വളക്കയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ അപകടം അത് ഉണ്ടാകുമ്പോൾ ബസ് ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന ആരോപണവുമായി നാട്ടുകാരുണ്ട്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളിലുള്ള സമയവും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയവും ഒന്നാണ് എന്നാണ് ആരോപണം. ഇതിന്റെ സ്ക്രീൻഷോട്ട് പോലീസിന് ആളുകൾ കൈമാറിയിട്ടുണ്ട്. ഡ്രൈവർ നിസാമിന്റെ സ്റ്റാറ്റസ് കണ്ട നാട്ടുകാരൻ ഷമീമിന്റെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഒരേ സമയം അപകടം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഈ ഡ്രൈവർ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നു. നമുക്ക് ആ സമയം നോക്കാം. രണ്ടും കൃത്യമായ സമയത്ത് 4:03 അപകടം ഉണ്ടാകുന്നത്. വൈകുന്നേരം 4:03 കഴിയുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അതേ സമയത്ത് ഈ നിസാം എന്ന് പറയുന്ന ഡ്രൈവർ അയാളുടെ വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ശ്രദ്ധ എവിടെ പോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആക്സിലേറ്ററിൽ ചവിട്ടി സ്പീഡ് കൂടുകയും ഈ ബസ് കരണം അറിയാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നാട്ടുകാരനായ ഷമീമാണ് ഈ കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. ഷമീമിൻ്റെ പ്രതികരണം നമുക്ക് കാണാം. ഇവൻ എനിക്കറിയാം, ഇവനെ പേഴ്സണലായിട്ട് എനിക്ക് ഇവനെ അറിയുന്നതാണ്. ഇപ്പം നമ്മൾ ഈ വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കലുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചു കൂടലൊക്കെ ഞാനാണ്. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ ചിമ്മയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഇവൻ്റെ സ്റ്റാറ്റസ് ഞാൻ നോക്കുമ്പോൾ 4:03 സ്റ്റാറ്റസ് കിട്ടിനി. അന്നേരം ഞാനിതറിയില്ല. കുറച്ച് കഴിഞ്ഞ ശേഷമുണ്ട് പിന്നെ എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ മലബാർ നിസാം എന്ന് വിളിക്കും. മലബാർ ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു, നിസാം ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നേ പിന്നെയാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പിഞ്ചു മക്കളൊക്കെ മരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കൃത്യം 4:03 ഓൻ സ്റ്റാറ്റസ് വെച്ചിന്. ഇതാ കൃത്യം 4. ഞാൻ ഇതിന് മുമ്പ് പിന്നെ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, മറ്റേ MPD സർക്കിൾ ഇൻസ്പെക്ടർ അവർ എന്നോട് ചോദിച്ചു, അവർ ഫോട്ടോ എടുത്തിട്ട് വരുന്നു. ഇപ്പോൾ ബ്രേക്ക് പൊട്ടിയതല്ല എന്നാണ് ഇതിൻ്റെ കാണുന്ന തെളിവ്. കാരണം രണ്ട് വിഷയിലും 4.3 ആണ്, 4:03. പിന്നെ അതിൻ്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാനല്ലോ. ഏതവസരത്തിൽ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഇത്രയും ഈ കുന്നിൻ്റെ ഇറക്കത്തിൽ ഫോൺ നോക്കാനുള്ള സിറ്റുവേഷൻ എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. അരുൺ പൂപ്പറമ്പയുണ്ട് വിവരങ്ങൾ നൽകാൻ. അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ ശ്രദ്ധ ഫോണിലായിരുന്നു. അപ്പോൾ ആക്സിലേറ്റർ ചവിട്ടുകയും വേഗം കൂടുകയും അങ്ങനെ അശ്രദ്ധമായി ഈ അപകടം ഉണ്ടാവുകയും ചെയ്തു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതായത് ഡ്രൈവർ ഇതിലെ കുറ്റക്കാരനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മാത്രമല്ല ബ്രേക്ക് പൊട്ടിയല്ല അപകടം ഉണ്ടായിരിക്കുന്നത് എന്നും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഷമീം പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിച്ചോ അരുൺ? ഗോപികൃഷ്ണൻ അത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഇത് ബ്രേക്ക് പൊട്ടിയാണ് ഈ അപകടമുണ്ടായത് എന്നതാണ് പറഞ്ഞത്. ഡ്രൈവർ ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള മൊഴി അങ്ങനെയാണ്. നമ്മൾ ജനപ്രതിനിധികളോടൊക്കെ സംസാരിച്ച ഘട്ടത്തിൽ അമിത വേഗതയില്ല, ഇങ്ങനെ ഈ ഒരു ബ്രേക്ക് പൊട്ടി എന്നാണ്. അതായത് ഈ ഡ്രൈവർ പറഞ്ഞത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ നമ്മളിവിടെ എത്തി നാട്ടുകാരോട് സംസാരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഷമീം ഉൾപ്പെടെ നമ്മോട് സംസാരിച്ചത്. ആ ഷമീമാണ് ഈ കാര്യം നമ്മോട് കൃത്യമായി പറഞ്ഞത്. ഷമീം ഈ ഡ്രൈവറെ അറിയുന്ന ആൾ കൂടിയാണ്. ഷമീം കൃത്യമായി തന്നെ ഈ സ്റ്റാറ്റസ് 4:03 സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. അതേ സമയത്ത് CCTVയിൽ അതേ സമയത്ത് തന്നെയാണ് ഈ അപകടം നടക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും. ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. ആ കാര്യങ്ങൾ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഷമീമിനോട് ആ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഈ മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ഈ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ അവർ ശേഖരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവർ കൃത്യമായി അവർക്ക് സൈബർ ഇതിന്റെ സഹായത്തോടു കൂടി തന്നെ പോലീസിനും ഏതായാലും ഈ കാര്യങ്ങൾ പരിശോധിക്കട്ടെ. അരുൺ പൂപ്പറമ്പ, ഷമീം പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഒരേ സമയം സ്ക്രീൻഷോട്ടും അതേസമയം തന്നെ അപകടവും നടന്നിരിക്കുന്നു. ഡ്രൈവറുടെ ഭാഗത്തുനിന്നുള്ള ഗുരുതര വീഴ്ച എന്ന് നമ്മൾ സംശയിക്കേണ്ടി